നമുക്കെല്ലാവർക്കും അറിയാം ഓട്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ഓട്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡിഷസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നമുക്ക് ഓട്സ് ഉപയോഗിച്ച് പുട്ടുണ്ടാക്കിയാലോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. മിമാസ് ടൈം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഞാൻ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 250 ml ഒരു ബൗളിൽ ഒരു ബൗള് ഓട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുട്ടുകുറ്റിയിലും ഉണ്ടാക്കാം, ചിരട്ട ഷേപ്പിലുള്ള കുറ്റിയിലൊക്കെ നമുക്ക് ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഓട്സ്, റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് കൊണ്ടുവരാം. ഓക്കെ, നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട, ചെറുതരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഒരു 30-40 സെക്കൻഡ്സ് മതി ഇത് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു പിഞ്ച്, 1-2 പിഞ്ച് ഉപ്പ് ചേർക്കാം. ഓട്സിൽ ചെറിയ മധുരമുണ്ട്, അരിപ്പൊടി പോലെയല്ല. അപ്പോൾ നമുക്ക് ഉപ്പ് കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റും അങ്ങ് മാറിപ്പോവും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ വെള്ളം ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ്. അത് ഞാൻ കുറേശ്ശെ ആയിട്ടാണ് നനച്ചു കൊടുക്കുന്നത്. കുറേ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും. അപ്പോൾ നമുക്കിത് ചെറിയ രീതിയിൽ കുറേശ്ശെ നമുക്കൊരു 1/2 കപ്പ് മുഴുവനും എനിക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. ഇത് ഇതുപോലെ ഇങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടയായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം. ഇത് കട്ടയൊന്നുമില്ല എങ്കിലും ഞാനൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊരു ബൗളിലേക്ക് മാറ്റാണ്. ഫുള്ളും ജാറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇത് കണ്ടോ, ഇപ്പം പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓട്സ് എടുത്തിട്ടുള്ള ആ ബൗളിൽ ഒരു 1/4 കപ്പ് തേങ്ങ ചെരുവിയത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഈ ഓട്സായിട്ട് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് കൈക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായി യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ കട്ടയൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമുക്കിത് ഓട്സിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് പുട്ടുകുറ്റിയിൽ നമ്മളിത് നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ചിരട്ട പുട്ട് ഉണ്ടാക്കുന്ന കുറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യം 1-2 സ്പൂൺ തേങ്ങ ചെരുവിയത് ഇടാം. അതിനുശേഷം ആ ഓട്സ് മിക്സ് ചെയ്തത് ഫില്ല് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ സ്പൂണോടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അമർത്തണ്ട, ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണേ. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ നമുക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണ് തേങ്ങക്കൂടെ ആഡ് ചെയ്യാം കേട്ടോ, ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിത് അടച്ച് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി വിസിൽ മാറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പുട്ടുകുറ്റി അതിലേക്ക് കയറ്റി വയ്ക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റ് മതി ഈ പുട്ടിന് ആവി വരാനായിട്ട്. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. ആവി വന്നിട്ട് ഒരു 3 മിനിറ്റും കൂടെ നമുക്കിത് വേവിക്കാൻ വയ്ക്കാം, സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. 3 മിനിറ്റും കൂടെ അതിരിക്കട്ടെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ടെടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്താം. ഇപ്പോൾ ഇത് നമ്മുടെ ഓട്സ് പുട്ട് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ചൂടോടെ നല്ല ഒരു സ്മെല്ലും ഉണ്ട് ഇതിനൊരു നാച്ചുറലായിട്ടൊരു നല്ലൊരു സ്മെല്ലുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് പഴമോ കടലക്കറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പഴം അല്ലെങ്കിൽ കടലക്കറിക്കും അതിൻ്റെ കൂടെ നമുക്ക് പപ്പടമൊക്കെ ചേർത്തിട്ട് നമുക്കത് കുഴച്ച് കഴിക്കാം. അതല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഇതിൻ്റെ റോസ്റ്റ്
ഇതുകൊണ്ട് ഉണ്ടാക്കിയ റോസ്റ്റ് നമുക്ക് ഉപയോഗിച്ച് കഴിക്കാം. ഞാനിവിടെ വെറൈറ്റി ആയിട്ട് വേറൊരു ഡിഷ് ആണ് ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. പഴുത്ത മാങ്ങ ചേർത്തിട്ടുള്ളൊരു ഡിഷാണ്. സൂപ്പറാണ്. പുട്ട് നോക്കൂ, പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഈ മാമ്പഴം ഉപയോഗിച്ചിട്ട്, മാമ്പഴത്തിൻ്റെ ഡിഷ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ റെസിപ്പി, ഓട്സ് ഫുഡിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ മാമ്പഴത്തിൻ്റെ ഡിഷും ഓട്സ് പുട്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണേ. ഒരിക്കലെങ്കിലും ഇത് ചെയ്യണം. നമ്മൾ മിക്കവരും ഓട്സ് പുട്ടല്ല, ഓട്സിൻ്റെ ഉപ്പുമാവ് അല്ലെങ്കിൽ ഓട്സിൻ്റെ വേറെ ഏതെങ്കിലും രീതിയിലാണ് മിൽക്കൊക്കെ ചേർത്തിട്ട് വേറെ ഓട്സ് പോറിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. നോക്കൂ എത്ര സോഫ്റ്റ് ആയിട്ടിരിക്കണേ നോക്കൂ. ഒരു കട്ടയോ തരിയോ ഒന്നുമില്ല. അത്രയും പെർഫെക്റ്റാണ് കേട്ടോ. തിന്നാനും നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മെൻഷൻ ചെയ്യണമെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണേ. എന്തെങ്കിലും ലൈക്ക് ചെയ്യാനും മറക്കരുത്.